രജിസ്ട്രാറുടെ സസ്പെൻഷൻ അംഗീകരിക്കാത്ത ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നടപടി നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയെന്ന് ഗവർണർ നിയമിച്ച കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് പ്രതിനിധികൾ. സിൻഡിക്കേറ്റ് കൂടുമ്പോൾ മാത്രമാണ് സിൻഡിക്കേറ്റിന് അധികാരമുള്ളത്. അല്ലാത്തപക്ഷം വൈസ് ചാൻസലറാണ് പരമാധികാരി. വൈസ് ചാൻസലറുടെ തീരുമാനം സ്വാഗതാർഹമെന്നും സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതികരിച്ചു. കേരള സർവകലാശാല രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ നടപടിക്കെതിരായ ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ സമീപനം നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളി എന്നാണ് ഗവർണർ നിശ്ചയിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. സിൻഡിക്കേറ്റ് കൂടുന്ന സമയത്ത് മാത്രമാണ് സിൻഡിക്കേറ്റിന് അധികാരം. അല്ലാത്ത സമയങ്ങളിൽ പൂർണ്ണ ഉത്തരവാദിത്തം വൈസ് ചാൻസലറിൽ നിക്ഷിപ്തമാണെന്നും ഗവർണർ നിശ്ചയിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കുന്നു. സിൻഡിക്കേറ്റിന്റെ അധികാരം എന്ന് പറയുന്നത് സിൻഡിക്കേറ്റ് കൂടുന്ന സമയത്താണ്. സിൻഡിക്കേറ്റ് കൂടാത്ത സമയത്ത് അതിന്റെ അധികാരം PC-യിൽ നിക്ഷിപ്തമാണ്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഈ സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇനി ഇത് സംബന്ധിച്ച് സിൻഡിക്കേറ്റ് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോ സിൻഡിക്കേറ്റിന്റെ അധികാരം കവർന്നെടുത്തിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ കവർന്നെടുത്തു, അല്ലെങ്കിൽ VC-ക്ക് അധികാരമില്ല എന്ന് പറയുന്നതും ശരിയല്ല. സിൻഡിക്കേറ്റിന്റെ അധികാരം പൂർണ്ണമായിട്ടും സിൻഡിക്കേറ്റ് ചേരാത്ത സമയത്ത് VC-യിൽ നിക്ഷിപ്തമാണ്. ആ അധികാരം ഉപയോഗിച്ച് അദ്ദേഹം സസ്പെൻഡ് ചെയ്തു. അതടുത്ത സിൻഡിക്കേറ്റ് റിപ്പോർട്ട് ചെയ്താൽ മതി. സിൻഡിക്കേറ്റിന് അത് സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിൽ അവിടെ യോഗം ചേരുന്ന സമയത്ത് അഭിപ്രായം രേഖപ്പെടുത്താനും അതിന്മേൽ ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം എടുക്കാനുമുള്ള അധികാരമുണ്ട്. പൂർണ്ണമായും നീതിയുക്തമായാണ് വൈസ് ചാൻസലർ തന്റെ ചുമതല നിർവഹിച്ചത്. സർവകലാശാല ചാൻസലറും സംസ്ഥാനത്തിന്റെ ഭരണത്തലവനുമായ ഗവർണറെ അധിക്ഷേപിച്ച സമീപനമാണ് രജിസ്ട്രാറിൽ നിന്ന് ഉണ്ടായത്. അതാണ് നടപടിക്ക് കാരണം. ഇത് മനഃപൂർവ്വം മറച്ചുവെച്ചുകൊണ്ടാണ് ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ വൈസ് ചാൻസലർക്കെതിരായി പ്രതികരിക്കുന്നതെന്നും ഗവർണർ നിശ്ചയിച്ച സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതികരിച്ചു. ജനം, തിരുവനന്തപുരം.